ഫ്രാൻസിലെ ടൂർസിലായിരുന്നു വിശുദ്ധ എലീത്യോരസിന്റെ ജനനം. 486 വിശുദ്ധൻ ടൂർസിലെ മെത്രാനായി അഭിഷിക്തനായി. വിശുദ്ധന്റെ പ്രബോധനങ്ങൾ വഴി ഫ്രാൻസിലെ വിഗ്രഹാരാധന പുരോഹിതന്മാരും ദൈവനിഷേധികളും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. ഒരിക്കൽ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി വിശുദ്ധൽ അനുരക്തയായി. മെത്രാന് ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ലായിരുന്നു. ഇതറിഞ്ഞ പെൺകുട്ടി രോഗിയാവുകയും അധികം താമസിയാതെ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാവുകയും ചെയ്തു. അവളുടെ പിതാവിനോട് ക്രിസ്തുമതം സ്വീകരിക്കണമെന്ന് വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ താൻ അവളുടെ രോഗം ഭേദമാക്കാമെന്ന് വിശുദ്ധൻ ഉറപ്പുകൊടുത്തു. എന്നാൽ അസുഖം ഭേദമായെങ്കിലും അവളുടെ പിതാവ് വാക്ക് പാലിക്കാൻ സന്നദ്ധത കാണിച്ചില്ല. അതിനാൽ വിശുദ്ധൻ ആ പ്രദേശത്ത് പ്ലേഗ് ബാധ വരുത്തുകയും തന്മൂലം തന്റെ വാഗ്ദാനം പാലിക്കാതിരുന്ന ആ മനുഷ്യൻ ഉടൻ തന്നെ അനുദപിച്ച് ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചതായും ഐതിഹ്യമുണ്ട്. ആ പ്രദേശത്ത് ദൈവവിരോധികളായ വിശ്വാസികളെ ഏൽപ്പിച്ച മുറിവുകളാണ് വിശുദ്ധൻ മരണപ്പെട്ടത്. വിശുദ്ധനെ കുറിച്ചുള്ള ഭൂരിഭാഗം തെളിവുകളും തിരുശേഷിപ്പുകളും ഉണ്ടായ ഒരു വൻ അഗ്നിബാധയിൽ കത്തി നശിച്ചുപോയി. ആരാധനയിൽ പൂജ്യവസ്തുവിന്റെ പാത്രമേന്തി നിൽക്കുന്ന രീതിയിലും മുറിവേറ്റ സൈനികർക്ക് പാവങ്ങൾക്കുമിടയിൽ പൂജ്യവസ്തുവിന്റെ പാത്രമേന്തി നിൽക്കുന്ന വിശുദ്ധനെ യേശു അനുഗ്രഹിക്കുന്നതായും ചമ്മട്ടി കൊണ്ടുള്ള അടിയിൽ നിന്ന് വിശുദ്ധനെ ഒരു മാലാഖ രക്ഷിക്കുന്നതായുമാണ് വിശുദ്ധ എലീത്യോരസിനെ കലാകാരന്മാർ ചിത്രീകരിച്ചിട്ടുള്ളത്.